ഇന്ന് കുറച്ച് കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ അച്ചക്കൊട്ടല്ലേ ഭയങ്കര സൗണ്ട്. ഇന്നപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗ് മാറ്റിയിട്ട് പോലത്തെ പെയിൻറ്റും പാട്ടുകളാക്കാൻ പോകണം. എന്താ ഓ ടോ 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 ടോ. അപ്പോൾ അതിൻ്റെ നമ്മൾ എന്തോ ഇല്ല ഓടിയാ ഇല്ല. അപ്പോൾ നമ്മൾ പഴയ ഇവിടെ ആക്രിക്കടയിൽ പോയിട്ട് പഴയ പെയിൻറ്റും ബക്കറ്റും ഓയിലിൻ്റെ ബക്കറ്റൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കച്ചറുണ്ട്. ഈ സാധനം കളഞ്ഞ് സിമെൻറ്റയിലും പെയിൻറ്റയിലും കളഞ്ഞ് അതിനകത്ത് ക്ലീൻ ചെയ്ത് അല്ല കെമിക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ സോപ്പൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഹോൾ ഇടണം, വെള്ളം പോകാൻ, അങ്ങനെ കുറച്ചധികം പണികളുണ്ട്. അപ്പോൾ 1 by സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചിടാം. എന്താണ് പൂരത്തിലെല്ലാം പോകണ്ട ചെണ്ടകൊട്ടില് റിഹേഴ്സലാണല്ലോ അച്ഛനും പറഞ്ഞു. തട്ടി 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 ഇതിലത്തെ മറ്റേ പെയിന്റിന്റെ കുറെ സാധനങ്ങളൊക്കെ പുറത്തെടുക്കാം കേട്ടോ. ഗൈസ്, നമുക്കിന്ന് ഒരു ഫാമിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ഒട്ടുമിക്ക വീഡിയോസിലൊക്കെ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ പച്ചമുളക് തൈയൊക്കെ നട്ടിട്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഒരു കൃഷി നടത്തേണ്ട സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു നെറ്റും കാര്യങ്ങളൊക്കെ എത്ര നാളായിട്ട് ഈ സാധനം കെട്ടിയിട്ട് നമ്മൾ ഒരു 1 year ആയിട്ടില്ലല്ലോ? 1 year ആയാ? ഒരു 1 year ആയിട്ടുണ്ടാവും ഈ നെറ്റും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട്. ഇതിൽ കുക്കമ്പറും പിന്നെ വേറെ എന്തൊക്കെയോ നട്ടിട്ടുണ്ടായിരുന്നു, കുക്കമ്പറും കോവക്കായൊക്കെ. പക്ഷേ ഏട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളം ഇടാറുണ്ടായിരുന്നാ, വളം ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. കുക്കമ്പറിന് 2-3 കിട്ടിയുള്ളൂ ഉണ്ട്. പക്ഷെ നമുക്ക് തക്കാളി കുറേ കിട്ടി, പച്ചമുളക് നമുക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പം ഇപ്രാവശ്യം കക്കരിക്ക ഇതല്ലേ കുക്കമ്പറല്ലേ? അത് ഞാൻ പറഞ്ഞ കുക്കമ്പർ 2 കിട്ടി. അപ്പോൾ പിന്നെന്താണ്, അപ്പോൾ നമ്മൾ കുറച്ച് തൈകളും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഫുള്ള് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏട്ടൻ ഇവിടെ ഫുള്ള് ഇങ്ങനെ പണിയിലായിരുന്നു. ഇത് കണ്ടോ, ഈ സാധനമൊക്കെ ഇങ്ങനെ എന്താ പറയുക, എന്തുട്ടായിട്ട് ഇതിനെ പറയാം, ചിരിക്കണ്ട ഗായ്സ്, എനിക്കിതിനെ പറ്റൊന്നും അറിയില്ല. യെസ്, അത് വാരം കോരി ഇതിൻ്റെ ഉള്ളിൽ വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ആശാന് പെടലി വേദനയായിരുന്നു. പെടലി വേദനയ്ക്ക് നമ്മൾ എവിടെ നിന്നാണ് ആളെ കൊണ്ടുവരേണ്ടത്? മീശമാധവൻ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അങ്ങ് മുംബൈന്നാ ഡൽഹിന്ന് ഞങ്ങളൊരു ആൾക്കാരെ കൊണ്ടുവന്ന പെടലി അവിടെ ഇവിടെ ഇച്ചിരി കോളറിയാം, അതും വെച്ച് ഇങ്ങനെ തോങ്ങും ഇതായിട്ട് വലിയ ആളായി നടക്കും. എന്നോട് എല്ലാവരും ചോദിച്ചു നീ എന്താ ചെയ്തേന്ന്, നീ എന്താ ചേട്ടനെ ചെയ്തത്. ഇന്നലെ നമ്മൾ പോയില്ലേ, അവിടെ ചോദിച്ചിരിക്കുന്നു. സോ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇതിൽ എല്ലാം ക്ലീൻ ചെയ്ത് ഇതിൽ നമുക്ക് ഓരോന്ന് നടണം. അതായത് ഇതിനു മുമ്പ് ഞാനിത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, 10-12 റെഡിയാക്കി വെച്ച്. അത് നട്ടത് കാണിച്ചു കൊടുക്കും. അതൊക്കെ ഞാൻ കാണിച്ചു ഇന്നലത്തെ വീഡിയോയിലുണ്ടല്ലോ. ഇന്നലെ നൈറ്റാണ് നമ്മൾ വേറെ കുറച്ച് കൈപ്പക്കായ നട്ടിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാട്ടാ. രാത്രി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, രാത്രിയല്ല വൈകുന്നേരം, പെട്ടെന്ന് ഇരുട്ടായിരുന്നു. കൈപ്പക്കായയുടെ സെറ്റ് കഴിഞ്ഞു. ഇത് നമുക്ക് അമ്മയിലേക്ക് പോവാം. അതെ, ഗാർഡൻ. അപ്പോൾ അവിടെ ഇപ്പോഴും കുറച്ച് നാളായിട്ട് നമ്മൾ ഇവിടുത്തെ ചെടികളും ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പൂച്ചെടികളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ശ്രീദേവിയിലേക്ക് പോവാം. അമ്മ രാവിലെ തന്നെ ഇറങ്ങും അമ്മയുടെ പൂന്തോട്ടത്തിലേക്ക്. ഓക്കെ, രാവിലെ തന്നെ മമ്മീസ് ഇറങ്ങിയിരിക്കുകയാണ് പൂങ്കാവനത്തിലേക്ക്. ഇതൊക്കെ ഇത് ഹൈഡ്രാഞ്ചിലാണ്. അത് കുഞ്ഞു നിറച്ച് പൂവുണ്ടായിരുന്നു. ഒരു പൂവ് ആദ്യമായിട്ടുണ്ടായി ചെറിയ തയ്യുമ്മല്. കഴിഞ്ഞ ദിവസം അത് പോയില്ലേ. പിന്നെ ഇത് ശംഖുപുഷ്പം നട്ടിട്ട് അതൊക്കെ കുഞ്ഞുമ്മ തന്നെ പൂവുണ്ടായി. എനിക്ക് ഏറ്റവും ഇഷ്ടം പൂക്കൾ ചെടികളാണ്, ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക്. അതാണ് ഈ പൂക്കളുള്ള. പണ്ട് നമ്മളെ അതായത് ആ വീട് ഉണ്ടായിരുന്ന ഇഷ്ടംപോലെ ചെടികൾ നല്ലോണം പൂക്കളൊക്കെ. പിന്നെ ഞാൻ പച്ചക്കറി കൊണ്ടുവന്ന് ചെയ്ത് മുളച്ച് വന്നാണ് 2-3 തക്കാളിയും പച്ചമുളകും. അതിങ്ങനെ ഇട്ടിട്ട് ഇതേ പൂവിട്ട് കായ വരുന്നുണ്ട്. എന്നാലും ഇലയൊക്കെ കുരുടിച്ചവരൊക്കെ വരണം, എന്നാലും ഓരോന്ന് തെളിച്ചിട്ടൊക്കെ ഉണ്ടായി. എന്നാലും ശരിയാണ്ട് കായ വരിയുന്നുണ്ട്. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, കുറച്ച് റോസ ചെടികൾ വാങ്ങിക്കണം, പൂവ്, റോസാപ്പൂ. അതൊന്ന്
നിന്ന് വാങ്ങിച്ച് കിട്ടിയാൽ സന്തോഷമാണ്. അത് വാങ്ങിച്ച് വരാനാണ് ഞാൻ ഈ പറയുന്നത്. ഇത് 10 മണി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യമാണ്. പക്ഷെ അതിൻ്റെ അത് ഇന്നലെ ഞാൻ ഒരു 2-3 തണ്ട് ഒരാളെനിക്ക് തന്നു. എൻ്റെ ആങ്ങളുടെ മരുമോള് അത് തന്നിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ മതി. അതേപോലെ പൂന്ന് കിട്ടും. ഇന്ന് പോയിരുന്നില്ല, മുട്ടുണ്ടായിരുന്നു അതുപോലെ. അതുമ്മ യെസ് ടേബിൾ റോസും തന്നിട്ടുണ്ട് പല കളറിൻ്റെ. അത് ഞാൻ നട്ടിട്ടുണ്ട് അവിടെ ചട്ടിയിൽ. കൂടെ നിന്ന് വേറെ ചട്ടി നട്ടിട്ടുണ്ട്. ഇവിടെ അത് ആദ്യത്തെ ഈ ടേബിൾ റോസ് ഇരിക്കുന്നത് ഈ ചട്ടി നിൽക്കാണ്. അത് നമ്മൾ ആദ്യത്തെ ടേബിൾ റോസ് അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ താഴെ നട്ട് ചട്ടിയിലുണ്ടായി. പിന്നെ അന്ന് പിള്ളേരെ ശ്രദ്ധിക്കണ അതന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ അധികം പറ്റില്ല. കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത്തിരി വാശി കുറഞ്ഞാറുണ്ട്. ഇപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഓരോന്ന് ഇപ്പൊ അവർ ഏരിയത്തൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്യാനും പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂപ്രാന്തിയാണ് ഗൈസ്. അമ്മ എവിടെ പോയിട്ടുണ്ടെങ്കിലും അമ്മ ആദ്യം നോക്കാൻ മുറ്റത്തേക്ക് ഇരിക്കും. ഇവിടെ എന്തൊക്കെ പൂവുണ്ട് എങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്കടുത്ത് നമ്മൾ ഒരു തയ്യെങ്കിലും കൊണ്ടുവരാണ്ട് പോരില്ല. കാരണം ഇന്നലെ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ 1-2 തൈ കൊണ്ടുവന്ന വിശേഷമാണ് അമ്മ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഇവിടെ അത്യാവശ്യം അതായത് നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് ജീവൻ വെച്ച് വരുന്നുണ്ട് അല്ലേ. മുറിച്ച് കളയണം. അപ്പൊ നമുക്കിനി കുറച്ച് റോസാപ്പൂവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം, വാങ്ങിക്കണം. അച്ഛനപ്പതേ പാത്രങ്ങളിലൊക്കെ വെള്ളം നിറച്ച് കുറച്ച് നേരം വെക്കുകയാണ് കേട്ടോ. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഫുള്ളിങ്ങനെ വെള്ളം നിറച്ച് കുറച്ച് നേരം വെച്ചിട്ട് അത് വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് അത് കളയും. അതിനുശേഷം പിന്നെ 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ABCD അറിയത്തേ ഇല്ല. എനിക്കറിയത്തില്ല. വീട്ടിൽ അച്ഛൻ നന്നായിട്ട് ചെയ്യും. എൻ്റെ അച്ഛൻ നന്നായിട്ട് ഇപ്പോൾ ഒരു കൃഷിക്കാരനാണ്. പക്ഷേ ഞാൻ ആ മേഖലകളിലേക്ക് പോകാറില്ല. ഇപ്പോൾ ഇത് ഹോള് തുളച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബക്കറ്റിലാണല്ലോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഓവർലോഡായിട്ട് വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ വേരൊക്കെ ചീഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതിന് എന്താണ് എക്സസ് ആയിട്ട് വരുന്ന വെള്ളം മൊത്തം ഇങ്ങനെ താഴെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഹോള് തുളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും ഹോൾ ഇട്ട് കഴിഞ്ഞാ എന്താ ഇത് ഇതുപോലെ ഹോൾ ഇട്ടു. ആ ഹോള് നമ്മൾ ഇതുപോലെ ഒരു പൊടി മോഡൽ വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കും. വേണ്ടാ ഇങ്ങനെ അടച്ചു വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മേലെ പച്ചല ഉണക്കലൊക്കെ ഇട്ട് ആ ഹോള് ഫില്ല് ചെയ്യും. ഇതുപോലെ മണ്ണും സാധനമായിട്ട് ലെയർ പോലെ ഇട്ടിട്ട് അങ്ങനെ ഫില്ല് ചെയ്തിട്ടാണ്. ആദ്യം പച്ചലിടും, പിന്നെ കുറച്ച് മണ്ണ് അരിയല്ല അങ്ങനെയൊക്കെ ഇട്ട് ഇങ്ങനെ മണ്ണ് ഫില്ല് ചെയ്ത് മേലേക്ക് വരും. അങ്ങനെ കൊണ്ടുവരാം. മണ്ണെവിടെ മണ്ണെടുക്കണം. അത് ഓരോന്നോരോന്നുണ്ടോ മണ്ണായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാശി ഒരു പണി കഴിയുമ്പോൾ 1 by 1 ആയിട്ട് ഓരോന്ന് ഇങ്ങനെ ഉണ്ട്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് ഓരോന്ന് ചെയ്യുന്നത്. നമ്മുടെ പശുക്കളൊക്കെ കിട്ടുന്നത് ഈ ഒരു തെങ്ങിൻ്റെ താഴെയാണ് കേട്ടോ. എന്തിനായിട്ട് ഈ മണ്ണെടുക്കണേ? തെങ്ങിനെടുക്കണോ? ഇവിടെ മണ്ണ് ഇട്ട് കൊടുക്കണ കാണാറില്ലേ? ഇവിടെ നമ്മൾ പോത്തിനൊക്കെ ഇട്ടണല്ലോ. ഇവിടെ തന്നെ അതിൻ്റെ ചാണവും ചവിട്ടി കൂട്ടുന്നതും മൂത്രമൊക്കെ വീണ് അപ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലതല്ലേ. പാറി ചാടല്ലേ ആയിട്ടാണ്. അമ്മേ പട്ടികളൊക്കെ ഇടിക്കാ. അതിൻ്റെ മേലെ കുറച്ച് കരിയില ഉണക്കെല്ലാം എടുത്തിട്ടാണ്. അച്ഛൻ പച്ചലയും കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതിലല്ലേ മാത്രമേ പോലി നേരത്തെ മണ്ണിട്ടല്ലോ. ഇപ്പം ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ഇതിടും. അതിൻ്റെ മേലെ കപ്പലിൽ പിണ്ണാക്കും. ഇത് തിന്നാൻ പറ്റുമോ? ഇത് തിന്നാണ്. പക്ഷെ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാം. പണ്ടേ ഞാൻ കുറേ തിന്നിട്ടുണ്ട്. നോക്കട്ടെ. ഇത് നല്ലതാണ്. നല്ല സാധനം വാങ്ങിച്ചാണ്. നല്ല നോക്കിയിട്ട് ഫസ്റ്റ് ഓർഡർ പ്ലേറ്റ് വാങ്ങിച്ചാണ്. അപ്പോൾ ഈ കപ്പലിൽ പിണ്ണാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് ഇത് അധികം ഇടാൻ പാടില്ല, കുറച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ കരിയില മേലെ ഇട്ട് കൊടുക്കേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കരിയില ഇത് കപ്പലിൻ്റെ പിണ്ണാക്ക് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അതിൻ്റെ വേര് കാര്യങ്ങളൊക്കെ
ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇലയുടെ കൂടെ ഇടുമ്പോൾ അതിൻ്റെ അത് വെള്ളം ഇല പിടിച്ച് വയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഇടും. എന്നിട്ട് നമ്മള് ചാണപ്പൊടി ചാണം ഉണങ്ങി കിടക്കുന്നത്. നമ്മൾ പോത്തിന് മേടിക്കാനുള്ള കാരണം തന്നെ എന്താണ് കേട്ടാ? ചാണത്തിന് വേണ്ടിയിട്ടാണ് ഗോയ്സ്. ചാണാണ് മെയിൻ. അപ്പൊ ചാണപ്പൊടി കുറച്ചിടാം, കുറച്ച് മണ്ണിടാം. അപ്പൊ നമ്മുടെ സാധനം റെഡി. ഓക്കെ, അപ്പൊ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ചാണപ്പൊടി. അതെന്താണത്? പോത്തിന് കൊടുക്കാൻ വേണ്ടി ഉണക്കിയതിന്റെ കുറച്ച് സാധനങ്ങൾ. അപ്പൊ ഇനി അത് ചാണം വീടും കേട്ടാ. കുഴപ്പമില്ല. ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന അന്നത്തെ കാലം തൊട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ചെടികളും ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ ഒരുപാട് പോത്തും കുട്ടികളും പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പാല് കറന്ന് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പാല് വിറ്റ് ജീവിച്ചിരുന്ന ഒരു കാലം നമ്മുടെ അച്ഛനമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇവിടെ അത്രയും നല്ലൊരു സ്ഥലവും ഇതൊക്കെയായിരുന്നു. ഇപ്പം നമ്മുടെ കൊണ്ടൊക്കെ നമുക്ക് അതൊന്നും അതിൻ്റെ പിന്നാലെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം എനിക്കെന്നല്ല, ഇപ്പം നിതീഷേട്ടനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ കൃഷി മീൻപിടുത്തം ഇതൊക്കെയാണ് ആളുടെ കുറേ ഹോബികൾ. അപ്പോൾ നമ്മുടെ പോത്തുംകുട്ടന്മാർ ദേ വന്നിട്ടുണ്ട്. ഇത് തലേ ദിവസം എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ. നമ്മൾ തലേ ദിവസം കുറച്ച് ബക്കറ്റിൽ എന്താ പറയുക ഈ സാധനമൊക്കെ ഇട്ടിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം നട്ടിട്ടുണ്ടായിരുന്നു. കൈപ്പക്കായാണ് നട്ടത് രാത്രി. പിന്നെ ഇതിന് ഓരോ നടണേനും പിടിക്കുന്നതിനും ഓരോ സമയവും കാലമൊക്കെ ഉണ്ട്. നടുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ. ബാക്കി എല്ലാ കാര്യവും അച്ഛനും ഏട്ടനും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കും. നടുന്ന ഒരു ഡ്യൂട്ടി ഉള്ളത് അമ്മയ്ക്കാണ്. ചിലർക്ക് ഭയങ്കര കൈപ്പുണ്യം എന്ന് പറയില്ലേ, അതുപോലെ അമ്മ എന്ത് നട്ടിട്ടുണ്ടെങ്കിലും അത് നന്നായിട്ട് പിടിക്കും. അത് ഇവിടുത്തെ മക്കൾക്കും അറിയാം, അച്ഛനും അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ അമ്മേനെ കൊണ്ടാണ് നടിയിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് അച്ഛൻ അർബാന കയറ്റി അപ്പുറത്തേക്ക് കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ ഏട്ടന് ഭയങ്കര പെടലി വേദന ആയതുകൊണ്ട് ഇതൊന്നും ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി വേദനയായിട്ടുള്ളതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യിക്കാൻ അച്ഛൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പോത്തുകുട്ടികൾക്ക് കുറച്ചധികം കുറുമ്പായി തുടങ്ങിയിട്ടുണ്ട്. വലിച്ചോണ്ട് ഓടിപ്പോവും ഇവർ. നമുക്ക് കാണുമ്പോൾ പേടിയാവും, നമ്മളെ കുത്താൻ വരുന്നതാണെന്ന് വിചാരിക്കും. അമ്മ അത് രീതിയിൽ അങ്ങോട്ട് വലിച്ചു പോകും. അപ്പോൾ മൂക്ക് കയറി ഇടണമെന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ ഇവർ വലുതാവണതിനനുസരിച്ച് ഇവർക്ക് ഇത്തിരി ആരോഗ്യം വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പറ്റില്ലല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ ഇവരെ ഏട്ടൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ ഏട്ടനെയും വലിച്ചോടി. അപ്പോൾ പെടൽ വേൻ എടുക്കുന്ന ഒരു സമയമായിരുന്നു. അത് കുറച്ചും കൂടെ കൂടാൻ അത് കാര്യമായിട്ട് വലിച്ചങ്ങോട്ട് ഓടിക്കഴിഞ്ഞിട്ട് ഒരു ടേണിങ് എത്തിയപ്പോൾ ആ വീട്ടിലെ കുക്കർ വിസിലടിച്ചപ്പോൾ ഈ 2 പോത്തുകളും പേടിച്ചിട്ട് തിരിച്ച് റിട്ടേൺ ഓടി. അപ്പോൾ അവിടെ ഒരു പോസ്റ്റുമ തട്ടിയിട്ടും അവരുടെ ശരീരത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഒരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ചിങ്ങനെ ഒരഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ കഴിഞ്ഞ ദിവസം ഒരു സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവന്മാർ എന്താ പറയുക, ഞാൻ ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞത് പോത്തുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. പശുക്കളെ പോലെയല്ല, പോത്ത് എരുമാന്നൊക്കെ പറയണത് ഭയങ്കര സ്നേഹമായിരിക്കും നമ്മളോടെന്നാണ് പറഞ്ഞത്. ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ എന്നെക്കൊണ്ട് ഇത് തൊടിയിക്കലേ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ തൊടാൻ വരുമ്പോൾ എൻ്റെ മേതിക്ക് ഇങ്ങനെ കാണിക്കാൻ ഇങ്ങനെ കുത്താൻ പോണ പോലെ വരുമായിരുന്നു. എനിക്ക് തൊടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. പോത്തുകളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ജയൻ്റെ മറ്റേ പാട്ട് ഏതിനേട്ടാ? ജയൻ്റെ മറ്റേ പാട്ട് ഏതിന്? ജയൻ പോത്തിനെ കുളിപ്പിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, കുതിര കുതിര കുതിര. നിന്റെ കൊമ്പൊക്കെ അതെ, നിന്റെ ചേട്ടൻ ഇങ്ങനെ അമ്മ എന്താണത്? നിന്റെ കൊമ്പൊക്കെ ചേട്ടൻ പളവളാ തിളക്കി വെച്ചിട്ടുണ്ട്. തൊട്ടോട്ടെ നിന്റെ ഒന്ന്. ഇതെന്തിനായിട്ട് ഇത് പരറ്റണത്? പോടാ. ഇതെന്തിനാ ഇത് പരറ്റി കൊടുക്കണേ? പ്രാണികളൊക്കെ നമ്മള് സാധാരണ വെളിച്ചെണ്ണ ഇതാക്കണ പോലെ അല്ലേ ഏട്ടാ? കഴിഞ്ഞ ദിവസം ഷോർട്സിൽ ഞാനിങ്ങനെ വേപ്പെണ്ണാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പേര് ചേച്ചിക്ക് ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് മംഗ്ലീഷാക്കി പറഞ്ഞതാണ് വേപ്പെണ്ണാന്ന്. അങ്ങനെയല്ല, ആ ബോട്ടിൽ എഴുതിയിരിക്കുന്ന പേര് വേപ്പെണ്ണാന്നാണ്, വേപ്പിലെണ്ണാന്നല്ല എഴുതിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. പിന്നെ ദേ നമ്മുടെ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം രാത്രി അതിൽ കുറേ നട്ടിട്ടുണ്ടായിരുന്നു കൈപ്പക്കായയുടെ. ബാക്കി എല്ലാതും ഈ ഒരു സൈഡിൽ ആക്കി വെച്ചു.
ബക്കറ്റിൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗ് ഇപ്പോൾ വേണ്ട, അങ്ങനെയാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ. എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. അതിലും നന്നായിട്ട് ഒരു മണ്ണ് നന്നായിട്ടൊന്ന് നനപ്പിച്ചു. അപ്പോൾ കുറേ വെള്ളം കെട്ടി നിൽക്കണമെന്ന് നോക്കണ്ട, അതിൻ്റെ അടിക്ക് എക്സസ് ആയിട്ട് വരുന്ന വെള്ളം ഫുള്ളും ഇങ്ങനെ വാണ്ട് പൊക്കോളും. ഈ നെറ്റ് കെട്ടിരിക്കുന്നത് നിങ്ങൾ കാണണ്ടല്ലോ, ഈ നെറ്റ് കെട്ടിരിക്കുന്നത് ഫുള്ളും ഇതേപോലെ കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചെയ്തൊരു പണിയാണ് കേട്ടോ. ഇപ്പൊ ആ ബക്കറ്റ് വെക്കാൻ വേണ്ടി ആ സൈഡൊന്ന് ഞാനൊന്ന് മാറ്റിയപ്പോ എന്റെ കൈ കൊണ്ടുവരാൻ പറഞ്ഞു വന്നതാണ്. ഇത്ര ആയിട്ടുണ്ടായിരുന്നുള്ളൂ മധുരക്കിഴങ്ങ്. അതിപ്പോ തിന്നാൻ പറ്റുമോ? ഇങ്ങനെ വെറുതെ കടിച്ച് തിന്നാൻ പറ്റുമോ? ഇപ്പൊ നമ്മള് ഇവിടെ എല്ലാവരും നടാൻ പോവാണോ? ഇവിടെ മധുരക്കിഴങ്ങ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ വലിയ രീതിയിൽ പ്രിയമുള്ളൊരു സാധനമല്ല, പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ് കേട്ടോ. നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് മധുരക്കിഴങ്ങ് വളരെ നല്ലതാണ്. ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എത്രയോ ബക്കറ്റുകളുണ്ട്. ഈ ബക്കറ്റുകൾ ഒപ്പിക്കാനായിട്ട് ഏട്ടന് കുറച്ച് ഓടിയായിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് കൈപ്പക്കായും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഒരു 3-4 ഇതിൽ ഇനിയിപ്പോൾ നടാനുണ്ട് കേട്ടോ. ബാക്കി എല്ലായിടത്തും ഏട്ടൻ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസപ്പതേ ഇവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വളമൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു സാധനം ചെയ്തിട്ടുള്ളത്, വാരം കോരിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ കമൻറ്റ്, ഓ ചേച്ചി അവിടെ ഒന്ന് ചായ കുടിക്കിനി, വീട്ടിലുള്ള അച്ഛനെയും കൊണ്ടും മോനെ കൊണ്ടും പണിയെടുപ്പിക്കിനി. ആരെ വിളി ഇതെന്തിനാ വെച്ചത്? നമ്മളതിൽ പത്തലൊക്കെ വെട്ടിയില്ല, ബാക്കി അതിൻ്റെ വിളിയില്ലേ ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കാര്യമില്ലേ. കറണ്ട് വന്നൊന്നും അറിയാൻ വേണ്ടി അച്ഛന്മാരേക്കൊക്കെ എന്താ അതവിടെ ഇട, അത് അതിന് വളം ഉണ്ടാക്കുന്ന സാധനമാണ്. അത് ഈ ചാണകം കിടക്കുന്നുണ്ടാവും. ഇതും കൂടി നട്ടേ നമുക്ക് തൈ നടാം അല്ലേ. ഇതും കൂടി കഴിഞ്ഞാൽ തൈ നടാം കേട്ടാ, ജൽദി ആയിക്കോട്ടാ. പിന്നെ നിസ്സാര പണിയാന്ന് വെച്ചാ എടി കുറച്ചുകൂടി താഴട്ടെ, ഇളകണം മണ്ണ്. അതന്നെ ഇതെന്തിൻ്റെ കേട്ടത്? സൈഡ് ഗൈസ്, ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു കൃഷി നടാൻ പോകുന്നത്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ കൈപ്പക്കായ അങ്ങനത്തെ സാധനങ്ങൾ, പച്ചക്കറികൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അമ്മയാണ് എല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, ദൈവമേ ഇതങ്ങനെ ഇനി വളർന്നില്ലെങ്കിലോ. എനിക്കതിൻ്റെ
ഒന്നും അറിയില്ല. അതായത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുഴിച്ചിടേണ്ടത് അതൊന്നും അറിയില്ല. ഞാൻ ചെടികൾ നട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ 10 മണി ചെടി അങ്ങനെയൊക്കെ ഇല്ല, അതൊക്കെ നടും. പക്ഷേ ഈ പച്ചക്കറികളൊന്നും അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നട്ടിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഏട്ടനും അമ്മയും അച്ഛനൊക്കെ കൂടെ പറഞ്ഞു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ അമ്മ ചെയ്യുന്നത് ഞങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ ചെയ്തോട്ടെ. അപ്പോൾ ആദ്യം ഏട്ടൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് പോവും, പിന്നെ ഞങ്ങളിങ്ങനെ നടും. കഴിയാണ്ടായപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് നടാൻ തുടങ്ങി കേട്ടോ. ചുമച്ചി ഇന്നലൊക്കെ ചക്കര കട്ടുറുപ്പിച്ചായിരുന്നു. വേണോ വെള്ളം കൊടുത്ത പോലെ കുഞ്ഞാറ്റേ. അങ്ങനെ കുറച്ചധികം നേരം നിന്നിട്ട് നമ്മളെല്ലാതും നട്ട് തീർത്തിട്ടുണ്ട്. എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ, അച്ഛനും അമ്മയും ഞാനും ഏട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതേ ഇവിടെ ഫുള്ള് നടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വളച്ചൊന്നും കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പട്ടികളുടെ ഭയങ്കര ശല്യമാണ്. പട്ടി 1 2 ഒന്നല്ല, ഒരു ഗ്യാങ് പട്ടികളും ഇങ്ങോട്ട് വരും, അവരങ്ങോട്ട് ഉഴുതു മറിക്കും. എന്തോടാ അവരങ്ങോട്ട് ഉഴുതു മറിച്ച് കളയാണ്. അപ്പം നമുക്ക് ചെറിയൊരു പേടിയുണ്ട്, ഇത് എന്താവും എന്തുള്ളത്. ദൈവത്തെ വിചാരിച്ച് ജസ്റ്റ് ഇന്നിങ്ങനെ വളച്ചിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഇന്ന് ഞങ്ങൾ പൂച്ചെടികളൊക്കെ മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സന്ധ്യ ഈ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും പോകണില്ല. നാളെ രാവിലെ തന്നെ ഞങ്ങൾ പൂച്ചെടികൾ മേടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നാളെ രാവിലെ നമ്മൾ അത് വാങ്ങിക്കാൻ പോണത് ഇവിടെ വെക്കുന്നതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്തായാലും ക്ലോസ്. അപ്പോൾ ഗൈസ് ദേ നമ്മൾ ഇന്നലെ നമ്മുടെ കൃഷി വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ പൂച്ചെടികൾ മേടിക്കാൻ വേണ്ടി പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണത്, ഇപ്പം നമ്മൾ ചെടികൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമുക്ക് കറക്റ്റ് സ്പോട്ട് കറക്റ്റ് എവിടേക്കാണുള്ളത് അങ്ങനെ ഒരു ഐഡിയ ഒന്നുമില്ല, എനിക്കില്ല. അങ്ങനല്ല, എന്നാലും ഏട്ടനും ഡൗട്ട് ആയിരുന്നു എവിടെ പോവും എവിടെ. ചേട്ടൻ ഇവിടെ അടുത്താണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളിത് അവിടെ പോവാണ്. അപ്പൊ അമ്മ പറഞ്ഞിട്ടുള്ളത് റോസാപ്പൂവിന്റെ, അച്ഛൻ പറഞ്ഞത് റോസാപ്പൂക്കൾ മേടിക്കണം. അമ്മ പറഞ്ഞു, അമ്മ എന്താ പറഞ്ഞേ, അമ്മ നന്ദ്യാർവട്ടം മേടിക്കണം. പിന്നെ മക്കളെ ഇങ്ങനെ ഒരു മരം പോലെ കുറെ ചെടികൾ ഉണ്ടാവില്ല, ഒരു ലാവൻഡർ കളറിൽ, ഇതൊരെണ്ണം മേടിക്കണം. പിന്നെ നമുക്ക് തൂക്കിയിടാനുള്ള ചെടികൾ മേടിക്കണം. പിന്നെ അച്ഛൻ വെള്ളം നനയ്ക്കുന്ന സാധനമില്ലേ, അതുണ്ടോ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദീസ് ആർ ദ ഐറ്റംസ്, നമുക്ക് ഈ സാധനങ്ങളൊക്കെയാണ് മേടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം, എന്നിട്ട് പ്രതീക്ഷ പോലെ കിട്ടുമോ നോക്കാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ 10 മണിച്ചെടി ഞങ്ങൾ 500 രൂപയ്ക്കാണ് 10 മണിച്ചെടി നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു കിൻഡൽ കണക്കിനുണ്ടായിരുന്നു. പക്ഷെ അത് കുറേ പോയിട്ടത് മഴക്കാലം ആയിട്ട് വന്നിരുന്നില്ല, കുറേ പോയായിരുന്നു, കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചെടി മേടിക്കാൻ പറ്റും. ഞങ്ങളപ്പോൾ കോതപറമ്പിലാണ് പോയത് കേട്ടോ. നമുക്ക് കൊടുങ്ങല്ലൂരൊക്കെ എത്തുന്നേക്കാൾ മുമ്പാണ്, അവിടെയാണ് പോയത്. അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല ഇവിടെ പൂക്കൾ ഉണ്ടാവുന്നൊന്നും. പക്ഷെ കുഴപ്പമുണ്ടായില്ല, ഇവിടെ അത്യാവശ്യം പൂച്ചെടികളും അല്ലാത്ത ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, റോസാപ്പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി വിലയുണ്ട്. അതായത് നമ്മൾ 80 രൂപ 100 രൂപയ്ക്കാണ് ഒരു ചട്ടിക്ക്. 40 രൂപയുടെ ചട്ടികളുണ്ട്. എങ്കിൽ പോലും നല്ല ഭംഗിയുള്ള പൂക്കൾക്കൊക്കെ അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. അതെല്ലാ പൂക്കടലും അങ്ങനെ തന്നെ. ഈ പൂക്കട മാത്രമല്ല ഞാൻ പറയണത്, എല്ലാ കടകളിലും അങ്ങനെയായിരിക്കാം. അപ്പോൾ അമ്മ പറഞ്ഞയച്ച പോലത്തെ കുറച്ച് പൂക്കളുണ്ടായി. പക്ഷേ എനിക്കാണെങ്കിൽ പൂക്കളെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. ഒരു വൈലറ്റ് കളർ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് മഞ്ഞച്ചെമ്പരത്തി ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയായിരുന്നു. എന്തിഷ്ടം കുറേ ഇഷ്ടമുള്ളറിയാം, എന്തൊക്കെ വേറെ ഇഷ്ടമുണ്ട് അതൊന്നും അറിയില്ല. അപ്പോൾ അത് കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ പൈസൊക്കെ നോക്കി അതിൻ്റെതായ രീതിയിൽ എടുത്തു കേട്ടോ.
ചെത്തി റൈറ്റിംഗ് ഇഷ്ടം. ഇതിന്റെ എന്നോട് അഭിപ്രായം ചോദിക്കുന്നത് കാരണം എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇതിന്റെ. നിങ്ങൾക്ക് ഭംഗി അറിയുള്ളൂ, അത്രേ ഉള്ളൂ. ചെടികളും മരങ്ങളും ഞാനത് നോക്കിക്കോളാം. അതാണോ? നല്ല അത്യാവശ്യം റോസാപ്പൂക്കളൊക്കെ കുറച്ചുണ്ട്. എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷേ വാങ്ങിക്കാൻ പറഞ്ഞ പൂച്ചെടികളുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ ചേട്ടന് എനിത്തിങ് യു വാണ്ട് എന്തെങ്കിലും വേണോ? പിന്നെ അച്ഛനെ മൺചട്ടി മേടിക്കാൻ പറഞ്ഞല്ലോ, ആണോ? ഉണ്ടല്ലോ അവിടെ മാറ്റി വെച്ചിരിക്കുന്നില്ലേ, അത് വേറുണ്ടോ? ആ ചെറിയ പൂവുള്ളല്ലേ? പക്ഷെ അത്രയും മുട്ടുള്ള ഇല്ല എന്തായാലും. ആ ചേച്ചി എടുത്തരും, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ തയ്ക്കുന്നത്. നല്ലത് നോക്കിട്ട് ചേച്ചി, ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ അത് നോക്കിയിരുന്നോ? പിന്നെ ഇതെന്താ ചേച്ചി? ഇത് ഫ്ലവർ ഉണ്ടാവോ? എത്ര റേറ്റ്? 50. മഞ്ഞ ചെമ്പരത്തി ഇഷ്ടമാണോ? ചെമ്പരത്തി അവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. മഞ്ഞുണ്ടോന്ന് അറിയാൻ മേല. 80. അവിടെ ഉണ്ട് റോസ്. തക്കാളി തൈകളൊക്കെ ഇടി. അത് വേണ്ട. ദാസാദ് എൻട്രിയാനെ എന്താ ദാസാദിന്റെ പേര്? ഇതാ കളറുള്ള വയലറ്റ് കളർ ചട്ടിയിലുള്ളത്. അത് $500. ഏത് പ്ലവിന്? അമ്മ വാങ്ങിച്ച റോസ് ഇതന്നെയല്ലേ ഇത്? അങ്ങനെ നമ്മളൊരു 8 ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട്. അപ്പം തന്നെ ഒരു 1000 സംതിങ് ആയി പൈസ എന്ന് പറയണത് കേട്ടോ. അത്യാവശ്യം എന്താ പറയുക പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ മേടിച്ചത് ഈ ഒരു വെള്ളച്ചെത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ റോസ് കുറേ മുട്ടുകൾ കുറേ വിരിഞ്ഞ് നിൽക്കുന്നതുണ്ട്, പക്ഷെ ഞാൻ കുറച്ച് മുട്ടുകളുള്ളത് നോക്കിയിട്ട് മേടിച്ചത്. പിന്നെ ഈ ഒരു ചെടി ഇതിലിങ്ങനെ വയലറ്റ് പൂക്കൾ ഇങ്ങനെ നിറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് മേടിച്ചു. പിന്നെ നമ്മുടെ ബഡ്ഡിങ് ചെയ്തിട്ടുള്ള വേറൊരു പിങ്ക് ആൻഡ് വൈറ്റ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വേറെ റോസാപ്പൂ ഉണ്ടായിരുന്നു, അത് ഈ ഒരു സെക്ഷൻ ഇത് മേടിച്ചായിരുന്നു. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചായിരുന്നു. നല്ല ഭംഗിയുണ്ട്, കുറേ മുട്ടുകളുണ്ട്. പക്ഷേ എനിക്ക് ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഈ ചെടിക്കടയിൽ നിൽക്കുന്ന പോലെ നമ്മുടെ വീട്ടിൽ നിൽക്കണമെന്നില്ലല്ലോ. പിന്നെ അമ്മയച്ഛനൊക്കെ തന്നെ നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മഞ്ഞ ചെമ്പരത്തി അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സോ നമ്മൾ ചെമ്പരത്തി അതുമൂലം കുറേ മുട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു വെള്ളമുല്ലയാണിത്. ഈ മുല്ല അവർ പറഞ്ഞത് 12 മാസവും പൂക്കളുണ്ടാകും, പക്ഷേ
സ്മെല്ലുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഈ ഒരു സാധനം ഇതുമ്മലും കുറേ കുഞ്ഞു ഇത് സംഭവം ഉണ്ടായിരുന്നു. ഇതാണ് അമ്മ പറഞ്ഞത്, ഒരു വയലറ്റ് പൂ ഉണ്ടാവണത്. ഏട്ടൻ പറഞ്ഞത് അടി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സന്തോഷവും ഇതൊന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയല്ലോ. അപ്പം അതെല്ലാം കൂടെ മേടിച്ചിട്ട് നമ്മളിത് കാറിൽ കയറ്റി കാറിൻ്റെ ഡിക്കിൽ. പിന്നെ പ്ലാവിൻ്റെ ഒരു തൈ ഏട്ടന് മേടിക്കണം എന്നുണ്ടായിരുന്നു. ആ ഒരു തൈക്ക് 1000 രൂപയാണ്. ഏട്ടന് പൂച്ചെടികളോട് വലിയ പ്രേമല്ലേ, പക്ഷേ ഈ തൈകൾ ഈ മരങ്ങളില്ലേ അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 1000 രൂപയായതുകൊണ്ട് ഏട്ടനത് മേടിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഡിക്കി തന്നെ ഫുള്ളാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര ഹാപ്പി ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്നെ കാത്തു കാത്തു ഞാനിരിക്കുന്നു. ഉണ്ട് പൂക്കള്, കായ്ക്കള് കൊറേ ഉണ്ടായിരുന്നമ്മേ. കൊറേ മീൻസ് ഈ മറ്റേ അവിടെ കൊറേ ഉള്ളതേ മറ്റേ പൂവില്ലേ, മറ്റേ വയലറ്റ് കളർ പൂവ് അമ്മ ഉദ്ദേശിക്കുന്ന ആ പൂവാന്ന് പറഞ്ഞിട്ട് ആ ചെടിയുടെ ഏട്ടൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഇതെന്റെ അമ്മ ഉദ്ദേശിക്കുന്നത്, അത് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. അത് പൂവ് ഉണ്ടായില്ല അമ്മ, അത് മുട്ടകളാണ് ഫുള്ള്. നീളൊക്കെ തോന്നുന്നുണ്ട്. പൂവേ നിറച്ച് പൂക്കളുള്ള ഉണ്ടച്ചാ അത് കാര്യമില്ല, മുട്ടകളുള്ളത് മേടിച്ചത് മനസ്സിലായ. കൊറേ പൂക്കളുള്ള എന്റെ അടിയിൽ ഫുള്ള് വാടിയിരിക്കായിരുന്നു. കണ്ടാ ചെമ്പരത്തി, മഞ്ഞ ചെമ്പരത്തി. മഞ്ഞളുള്ളിയില് മജണ്ട ഉള്ളത് ഇതല്ലേ ഏതാണ് ചട്ടിയില്ല, പ്ലാസ്റ്റിക് ഉള്ളു. പാലത്തിലെത്തുണ്ട് ആവശ്യം പോലെ ഇത് ചെത്തി, ഇത് വെള്ളച്ചെത്തി. 10 അറിയില്ല, അത് നോക്ക്. എടുത്തത് പുറത്തേക്ക്. രണ്ടുതരം റോസ് ഉണ്ട്. അത് മറ്റേ സാധനം തോന്നുന്നുണ്ട്, മറ്റേ എന്തായാലും പറയാ ബഡിങ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇല്ല ഷെയ്ഡ് എന്നായിട്ടില്ല, വെള്ള തന്നെയുണ്ട്. മറ്റേതുണ്ട് നോക്ക്. ആ ചെമ്പരത്തിക്ക് നല്ല രീതിയിൽ വളമിട്ട് കൊടുക്കണം പറഞ്ഞിട്ടാ. ചെമ്പരത്തിക്ക് കൂമ്പൊടിഞ്ഞിട്ടാ അതിന്റെ ഇത് മറ്റേ നീല വൈലറ്റ്. ഇപ്പൊ തന്നെ എന്റെ സായിപ്പ് കൊണ്ടുപോയി ചോറിന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തുടങ്ങുന്നത്. എന്തൊരു ചോറിന് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതെ, അതൊരു മുല്ലിനച്ച. പക്ഷെ ഇതിന് സ്മെല്ല് ഉണ്ടാവില്ല. പക്ഷെ 12 മാസം അതുമ്പോൾ പൂവുണ്ടാവും. ടീച്ചർ വീട്ടിലുണ്ടല്ലോ. ഈ ചെമ്പരത്തിയല്ലേ ഇവിടെ ഉള്ളത്? ഉള്ളിൽ ഇങ്ങനത്തെ മഞ്ഞ ഇതല്ല, മഞ്ഞ തന്നെയുണ്ട്. ഇത് കോതർമി. ഇതിന് നിറച്ച് പൂവുണ്ടാവും, ഇതിന് ഫുള്ള് പൂവുണ്ടാവും. അങ്ങനെ പൂവുള്ളതുണ്ട്, പക്ഷെ അതിന്റെ അടിഭാഗമൊക്കെ ഒന്ന് ഒലഞ്ഞു, മനസ്സിലായ? ഇതിന്റെ മുട്ടിന്റെ അവിടെ തന്നെ ഒടിഞ്ഞല്ലേ?
ഇതിന്റെ ഞാൻ പൂവുകളൊന്നുമില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി നല്ല ഭംഗി ഇതിന്റെ പൂ കാണാനായിട്ട്. അച്ഛനമ്മയും കൂടെ വയനാട് പോയപ്പോ നമ്മൾ എടുത്ത ഫോട്ടോ വലിയ മരാവില്ലേ? അതെങ്ങനെ പോയത്? എങ്ങനെയോളം വെച്ച് പോയതാണ്. ഇതാ ഓ പിടിക്കാറോ? നമ്മുടെ നാട്ടിൽ പിടിക്കാറില്ല ചാ. ഈ ചെമ്പരത്തിക്ക് നന്നായിട്ട് വളരണം എന്ന് പറഞ്ഞിട്ടാ. ചെമ്പരത്തി നമുക്ക് ചെടി കിട്ടി അന്ന് രാത്രി തന്നെ അച്ഛനും അമ്മയും കൂടെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ചട്ടി മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മൺചട്ടി തന്നെ വേണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ വെച്ചായിരുന്നു. എന്താ ഇവിടെ നമുക്കിപ്പോൾ ഉള്ള ചെടിക്കൊക്കെ നല്ലോണം അത്യാവശ്യം പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തെ ചെടിക്ക് ജീവൻ ഉണ്ടെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എങ്ങനെ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും, ദേ എൻ്റെ ആ ചെടി മുട്ടിട്ടു, എൻ്റെ ഈ ചെടിക്ക് പൂവ് വിരിഞ്ഞു, അയ്യോ ആ ചെടി എന്താവോ വിരിയാത്തത്. അങ്ങനെയാണ് ആൾ. ഭയങ്കര ഇഷ്ടമാണ് ചെടി, പൂച്ചെടികൾ ഭയങ്കര പ്രേമമുള്ള ആളാണ്. ഇതിലാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കാണിച്ച ഈ സംഭവത്തിലും കുറേ ഈ 2 പൂവല്ലാണ്ട് 1-2 ഇങ്ങനെ വിരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മുടെ എന്താ പറയുക ഈ മഴത്തുള്ളികളുണ്ടല്ലോ, ആ മഴത്തുള്ളികൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഡ്രോപ്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടെ അമ്മ നനച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിലതിന് നല്ലോണം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് അതുപോലെ നോക്കണം നമ്മൾ ചെടികളെ. നമ്മൾ ചെടിക്കടയിൽ കണ്ട ഒരു വലിയൊരു സംഭവത്തിൻ്റെ പേരിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതേപോലെ നോക്കിയില്ലെങ്കിൽ ഇതെന്തായാലും നശിച്ചു പോകും കേട്ടോ. അവിടെ നിൽക്കുന്ന ഒരു ഷോ നോക്കണ്ട, അവരതിനനുസരിച്ച് വളങ്ങളും കാര്യങ്ങളും വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ടാവും. നമ്മൾ അതുപോലെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ നമ്മുടെ ഈ റോസാപ്പൂ നല്ല രസത്തിൽ ഇങ്ങനെ തുടുത്തൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അച്ഛനമ്മയും വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്ത് മറ്റേ ചുവപ്പ് റോസ്, ഇത് നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. വീട്ടിൽ ഒരുപാട് ഗാർഡനുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഈ റോസാപ്പൂക്കളൊക്കെ നമുക്ക് എങ്ങനെയാണ് പരിപാലിച്ച് കൊണ്ടുപോകാൻ പറ്റുക, ഈ കൃഷികളായാലും നമ്മൾ എന്തൊക്കെ ചെയ്യണം, നല്ല വളം എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് എന്തെല്ലാം അങ്ങനത്തെ ഒരു സജഷൻസൊക്കെ നമുക്ക് യൂസ്ഫുള്ളായിരിക്കും. നമുക്കറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഇതിൽ നിന്ന് പരീക്ഷിക്കാമല്ലോ. അപ്പോൾ ദേ ഇവിടെ ഇപ്പുറത്തെ സെക്ഷനും ഉണ്ട്. അപ്പോൾ അമ്മ വൈകുന്നേരത്തെ പരിപാടികളിൽ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ ചേട്ടൻ്റെ ചെടിത്തോട്ടം കൃഷിത്തോട്ടം നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും നനച്ചുകൊണ്ടിരിക്കും. അമ്മ അമ്മയുടെ പൂച്ചെടികൾ കാര്യം നോക്കും, ഏട്ടനും അച്ഛനും അവരുടെ കൃഷിക്കാര്യങ്ങൾ നോക്കും. അങ്ങനെയല്ല, ഏട്ടൻ കൃഷിക്കാര്യങ്ങൾ നോക്കും, അമ്മ പൂച്ചെടിക്കാര്യം നോക്കും, അച്ഛൻ പോത്തിൻ്റെ കാര്യം നോക്കും. അപ്പോൾ ഞങ്ങൾ 2 പെണ്ണുങ്ങൾ എന്ത് നോക്കും? ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ പിള്ളേരെ നോക്കും. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കീത്തു നിഖിൽ എവിടെയാണ്, അവർ ചെന്നൈ പോയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു കൃഷി പരിപാടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് ബൈ ബൈ, സീ യു.